ഹായ് എവരിവൺ. സോ എല്ലാവർക്കും സ്കൂളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSEയിലെ ഫിസിക്സിലെ സ്പിരിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ഇന്ന് ഈ ഒരു ലെക്ചറിലൂടെ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഫൈൻ. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, സോ before we are going to discuss about our portions, let me quickly start with a very short quote. Okay, ഒരു ചെറിയൊരു കോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഒരു അനോണിമസ് കോട്ടാണ്. ലൈക്ക് എ മിറർ യു റിഫ്ലക്ട് വാട്ട് യു ഫോക്കസ് ഓൺ, and light, the more energy you direct with purpose, and the brighter your impact becomes. എന്താ പറയുന്നത്, വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ നമ്മുടെ ഇമേജ് തന്നെയാണോ അല്ലെ മിററിൽ കാണുക, അതേപോലെ തന്നെ നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, എന്തായിരിക്കും, വളരെ ബ്രൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജും ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജീസും അതേപോലെ നിങ്ങളുടെ ഹാർഡ് വർക്കിങ്ങും എല്ലാം കൂടി എന്ത് ചെയ്യാം, എല്ലാം 100% നിങ്ങൾ എഫേർട്ട് ഇട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടന്റും അത്രത്തോളം ബ്രൈറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണ്. സോ നമുക്ക് നമ്മുടെ ലെക്ചറിലോട്ട് കടക്കാം. ഓക്കെ, ഇറ്റ്സ് എ വെരി 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 സ്മോൾ ടോപ്പിക്. നമ്മളിവിടെ സ്പിരിക്കൽ മിറേഴ്സിനെ പരിചയപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ടറി പോർഷൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റ്? ഈ ഒരു ലെക്ചർ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എന്താണ് സ്പിരിക്കൽ മിറേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺകേവും കോൺവെക്സ് മിറേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ആൻഡ് റൂൾസ് ഓഫ് ഇമേജ് ഫോർമേഷൻസ്. യെസ്, ഈ ഒരു മിറേഴ്സിലൊക്കെ ഇമേജ് ഫോം ചെയ്യുന്നതിന് കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് ഈ റൂൾസ് പ്രകാരം മാത്രമേ ഇമേജ് ഫോം ചെയ്യുള്ളൂ, അത് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ആ റൂൾസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഓഫ് സ്പിരിക്കൽ മിറേഴ്സ്. നമ്മൾ സ്പിരിക്കൽ മിറേഴ്സ് നമ്മുടെ ഡെയിലി ലൈഫ് സിനാരിയോസിൽ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻകൗണ്ടർ ചെയ്യുന്നുണ്ട് അല്ലേ. സോ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ലെക്ചറിലൂടെ ഡിസ്കസ് ചെയ്യണം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രോസസ് ആണ് റിഫ്ലക്ഷൻ അല്ലെ. എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പ്രോസസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോസസ് ആണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് റിഫ്ലക്ഷൻ? വളരെ സിമ്പിൾ ആണ്. എന്താണ്, ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലോട്ട് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു ആൻഡ് അത് ബൗൺസ് ബാക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലോട്ട് പോയിട്ട് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നു ആൻഡ് അവിടുന്ന് അതിന്റെ പാത്ത് റീട്രേസ് ചെയ്യുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് റിഫ്ലക്ട് ചെയ്തു പോകുന്നു, ബൗൺസ് ബാക്കിലോട്ട് എന്ത് ചെയ്യുന്നു, അത് തിരിച്ചു വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് അതേപോലെ തന്നെ ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഏതാണ്? യെസ്, നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നത് അല്ലെ. ഒരു ഒബ്ജക്റ്റിലോട്ട് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റിൽ തട്ടുന്നു, അത് നമ്മുടെ കണ്ണിലോട്ട് അല്ലെ, ഐസിലോട്ട് വന്ന് ഹിറ്റ് ചെയ്യുന്നു. റെക്ടിനയിൽ നിന്ന് നമ്മൾ അതിനെ എന്താണ്, യെസ്, ന്യൂറൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. സോ ഇറ്റ്സ് എ വെരി കോമൺ എക്സാമ്പിൾ ദാറ്റ് വി ഹാവ് ഓൾ നോ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന കുറെ ടോപ്പിക്സുകളാണ് അല്ലെ. ആൻഡ് അതേപോലെ തന്നെ സ്പിരിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് കർവ്ഡ് മിറേഴ്സുകളാണ്. ആൻഡ് അത്
അതിന്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ്സിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നത്. അതെന്താണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ ഒരു കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ എടുക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു കോൺവെക്സ് മിറർ എടുക്കുന്നു. ഒരു കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. യെസ്, ആൻഡ് ഇതാണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. ഇതിലോട്ട് ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യാണ്, വന്ന് ഹിറ്റ് ചെയ്യാണ്. ഹിറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, യെസ്, ഡൈവേർജ് ചെയ്തു പോകും. എന്നാൽ ഞാനൊരു കോൺകേവ് മിറർ ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, എന്താണ്, ഒരു കോൺകേവ് മിറർ ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് എ കോൺകേവ് മിറർ. ആൻഡ് ഒരു കോൺകേവ് മിററിലോട്ട് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അത് കൺവെർജ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ ഡൈവേർജ് ചെയ്യാണ് ചെയ്തത്, ആൻഡ് ഇവിടെ കൺവെർജ് ചെയ്യാണ് ചെയ്തത്. സോ അതിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ദ കീ പോയിന്റ് യു ഹാവ് ടു കെപ്റ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഇനി പ്ലെയിൻ മിറർ ആണെങ്കിലോ അത് വേറെ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു കോൺവെക്സ് ആണെങ്കിൽ ഡൈവർജ് ചെയ്ത് പോവുമായിരിക്കും, ഒരു കോൺകേവ് ആണെങ്കിൽ കൺവെർജ് ചെയ്ത് വരികയായിരിക്കും. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് സ്പെരിക്കൽ മിറേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ മിറർ ടൈപ്പും സർഫസ് കർവ്സും അതേപോലെ തന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കോൺകേവ് ആണ്. കോൺകേവിന്റെ സർഫസ് കർവിലോട്ട് ഏതാണ്, യെസ്, ഇൻവേർഡ് സർഫസ് ആണ് അല്ലെ, സ്മൂത്ത് സർഫസ് അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആണ്. ആൻഡ് അതിൽ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞ്, നമ്മൾ കോമൺ ആയിട്ട് എക്സാമ്പിൾ യൂസ് ചെയ്യുന്നത് വിച്ച് ഈസ് എ ഷേവിംഗ് മിറർ. ഷേവിംഗ് മിറർ ആണ് നമുക്ക് അതിന് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ അല്ലെ. അതേപോലെ ടോർച്ചിലൊക്കെ നമ്മൾ കാണുന്നത് ഏതാണ്, കോൺകേവ് മിറർ ആണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, ഔട്ട്വേർഡ് ആയിരിക്കും അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. വെഹിക്കിൾസിന്റെ സൈഡ് മിറേഴ്സ് എല്ലാം എന്താണ്, കോൺവെക്സ് മിറർ ആണ്. ഐ തിങ്ക് നിങ്ങൾ രണ്ട് മിറേഴ്സും ഫെമിലിയർ ആണ് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് എന്നുള്ളത് നമുക്ക് വളരെ അറിയാം. ആൻഡ് നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഈ മിറേഴ്സ് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് കോൺകേവ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്താണ്, വിച്ച് ഈസ് ഓൾസോ കോൾഡ് കൺവെർജിങ് മിറർ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണ്, കോൺകേവ് മിററിലോട്ട് ഒരു ലൈറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ കൺവെർജ് ചെയ്യാണ്. ഐ തിങ്ക് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് സ്ലൈഡ് അല്ലേ. യെസ്, ഈ ഒരു പ്രീവിയസ് സ്ലൈഡിൽ നോക്കിയേ, കോൺകേവ് മിററിൽ കൺവെർജ് ചെയ്യാണ് ചെയ്തത് അല്ലെ. യെസ്, ആൻഡ് ഇവിടെ കോൺവെക്സിലോ ഇത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. സോ ഐ ക്യാൻ സിംപ്ലി സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഡൈവേർജിങ് മിറർ. കോൺവെക്സ് മിറർ എന്താണ്, ഒരു ഡൈവേർജിങ് മിറർ ആണ്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് വെരി ക്ലിയർ ടു യു. കോൺകേവ് മിറർ കൺവെർജിങ് മിറർ ആണ്, ആൻഡ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഡൈവർജിങ് മിറർ ആണ്. അതായത് അതിലോട്ട് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൈവർജ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് കോൺകേവിലാണെങ്കിൽ അത് കൺവെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു പോയിന്റിലോട്ട് കൺവെർജ് ചെയ്യിക്കുന്നു. ആൻഡ് ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുക. ഓക്കെ, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ അപ്കമിങ് സെക്ഷൻസ്. ഓക്കെ, ആൻഡ് ഡൈവർജിങ് മിറർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും ഡൈവർജ് ചെയ്തു പോകുന്ന പോലെ തോന്നും. ആ പോയിന്റ് ഏതാണ്, ഫോക്കസ് ആണ്. ഓക്കെ, that we will discuss. And spherical mirrors. Okay, we are going to discuss about the spherical mirrors. Okay, രണ്ട് ടൈപ്പ് ഓഫ് സ്പെരിക്കൽ മിറേഴ്സ് ആണ് നമുക്കുള്ളത്. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സ്പെരിക്കൽ മിറേഴ്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് ഓഫ് സ്പെരിക്കൽ മിറേഴ്സ്? ഒന്നാമത്തെ കോൺകേവ് മിറർ ആണ് അല്ലെ. യെസ്, ദിസ് ഈസ് വാട്ട് വി കോൾഡ് കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആണ്. ഓക്കെ, കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആണ്. ഓക്കെ, യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പൊ കോൺകേവ് മിററിലോട്ട് ഒരു ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചില എന്താ സംഭവിക്കുന്നത്? യെസ്, ഇറ്റ് കൺവെർജസ് അല്ലെ, ഇറ്റ് കൺവെർജസ്. ആൻഡ് അത് ഒരു പോയിന്റിലാണ് കൺവെർജ് ചെയ്യുന്നത്. ഈ പോയിന്റ് നമ്മൾ എന്ത് പറയും? ഫോക്കസ് അല്ലെ. യെസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദിസ് ഇസ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഏതാണ്? ഔട്ട്വേർഡ് ആണ്. ഓക്കെ, കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആണ്. ആൻഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യു ഹാവ് ടു കെപ്റ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അപ്പൊ ഇതിലോട്ട് ഒരു ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാലോ അത് ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുക. ഓക്കെ, ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുക. ആൻഡ് എന്തായിരിക്കും, ഇതിനെ നമ്മൾ എക്സ്ട്രാപ്പൊളൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് പോകുന്ന പോലെ തോന്നും. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കസ് അല്ലെ, ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്താണ്?
കോൺവെക്സ് മിറർ ആണ്, ഡൈവർജിങ് മിറർ ആണ്. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് ഫെമിലിയർ വിത്ത് ദീസ് ടു ടൈപ്സ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്. ആൻഡ് നമ്മളിനി നമ്മളുടെ ചാപ്റ്ററിലുടനീളം കാണാൻ പോകുന്ന കുറെ ടേംസുകളാണ് എന്ത്, ഫോക്കസ്, പോള്, സെന്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, അങ്ങനെയുള്ള കുറെ ടേമുകൾ നമ്മൾ കേൾക്കും. അപ്പൊ എന്താണ് ഈ ടേമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ടേംസ് എന്നുള്ളത് നമുക്കൊന്ന് ക്വിക്ലി നമുക്ക് എന്ത് ചെയ്യാം, യെസ്, ഒന്ന് മനസ്സിലാക്കാം. ആൻഡ് ദിസ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ, വാട്ട് ഈസ് മീൻ ബൈ പോൾ? പോൾ എന്താണ്? പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ സെന്റർ ഓഫ് മിറർ സർഫസ്. ഒരു മിറർ സർഫസ് ഉണ്ടാവും, അതിന്റെ സെന്ററിനെയാണ് പോൾ എന്ന് പറയുക. അപ്പൊ ഇതാണ് ഒരു മിറർ സർഫസ് എന്ന് വിചാരിക്കുക. ഇതിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോൾ എന്ന് പറയുന്നത്. ഓക്കെ, പോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു കെപ്റ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ആൻഡ് yes, that is what we call the pole. And what is called the center of curvature? സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് സ്പിരിക്കൽ മിറേഴ്സ് ആണെന്ന് അല്ലെ. മിറേഴ്സ് എല്ലാം എന്താണ്, സ്പിരിക്കൽ, ഒരു വലിയൊരു സ്പിയറിന്റെ പാർട്ടാണ്. അപ്പൊ ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവുമല്ലോ. ആ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ആ ഒരു സെന്ററിനെയാണ് നമ്മൾ ശരിക്കും സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നോക്കിയേ, ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മൾ ഇവിടെ നമുക്കൊരു സ്പിരിക്കൽ മിറർ ഉണ്ട് അല്ലെ. യെസ്, ഈ ഒരു സ്പിരിക്കൽ മിറർ എന്ന് പറയുന്നത് വലിയൊരു സ്പിയറിന്റെ ഭാഗമാണ്. ഓക്കെ, വലിയൊരു സ്പിയറിന്റെ ഭാഗമാണ്. ഓക്കെ, ഇതിങ്ങനെ എന്താണ്, ഒരു വലിയൊരു സ്പിയർ ആണ്. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ഇറ്റ് ഈസ് ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇറ്റ് ഈസ് എ ലാർജ് സ്പിയർ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പിയറിന് ഒരു സെന്റർ ഉണ്ടല്ലോ, ഞാൻ ഇതാണ് ആ സ്പിയറിന്റെ സെന്റർ എന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഇതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, സെന്റർ ഓഫ് കർവേച്ചർ. സോ ഈ ഒരു കർവേച്ചറിന്റെ സെന്റർ, അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാൻ ഒരു ഇമാജിനറി ലൈൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലോട്ട് പോകുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് പ്രിൻസിപ്പൽ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. എന്താണ് ഫോക്കസ്? ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ പോയിന്റ്. ദാറ്റ് ഈസ്, നമ്മൾ പറഞ്ഞു എന്താണ്, ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന പാരലൽ ലൈറ്റ് റേസുകൾ കോൺകേവ് മിററിലാണെങ്കിൽ ഒരു പോയിന്റിലോട്ട് കൺവെർജ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി വെക്സ് മിററിലാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ? വെരി സിമ്പിൾ. റേഡിയസ് ഓഫ് കർവേച്ചർ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും പോളിലോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ സ്പിയറിന്റെ റേഡിയസ്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഒരു കർവേച്ചറിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ഫോക്കൽ ലെങ്ത്, എന്താണ് ഫോക്കൽ ലെങ്ത്? ഫോക്കസിൽ നിന്ന് പ്രിൻസിപ്പൽ പോളിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ ടേമുകളെല്ലാം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പിരിക്കൽ മിറർ. ഇതൊരു കോൺകേവ് മിറർ ആണ് കേട്ടോ. ഇതൊരു കോൺകേവ് മിറർ ആണ്. ആൻഡ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഇൻവേർഡ് ആണ്. ഓക്കെ, ഇൻവേർഡ്, ഇതാണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന പാരലൽ ലൈറ്റ് റേസുകൾ ഇവിടോട്ട് ഹിറ്റ് ചെയ്യുന്നു, കൺവെർജ് ചെയ്യുന്നു, ഇവിടെയും ഹിറ്റ് ചെയ്യുന്നു, കൺവെർജ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ലൈറ്റ് റേസുകളും കൺവെർജ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, എന്താണ്, ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ് റേസുകളാണ്. ഓക്കെ, കൺവെർജ് ചെയ്യുന്നതെല്ലാം ഫോക്കസിലായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി കോൾഡ് ഫോക്കസ്. ആൻഡ് ഈ ഒരു മിററിന്റെ ഒരു സെന്റർ ഉണ്ടല്ലോ. യെസ്, ഈ ഒരു കർവേച്ചറിന്റെ, കോൺകേവ് മിററിന്റെ ഈ ഒരു കർവേച്ചറിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു കർവേച്ചറിന്റെ ഹോൾ സെന്റർ ഉണ്ടാവും. അതായത് ഈ ഒരു മിററിന്റെ സെന്ററിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു കർവേച്ചറിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതായത് അതൊരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് ആ സ്പിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ആൻഡ് ഫോക്കസിൽ നിന്ന് പോളിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കസിൽ നിന്ന് പോളിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ്സ് വാട്ട് വി കോൾഡ് ദ
focal length, which is represented by the letter small letter f. Okay, focal length എന്താണ്, ഫോക്കസ് എന്താണ്, പോൾ എന്താണ്, സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്. ഇനി ഒരൊറ്റ ഒരു സാധനം കൂടി, എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെ. എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഓക്കെ, ഈ ലൈനെയാണ്, ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ടു ദ പോൾ. പോളിൽ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലോട്ട് പോകുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ടേമുകൾ വളരെ ഫെമിലിയർ ആയിരിക്കണം. എന്താണ് പോള്, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ, എന്താണ് പ്രിൻസിപ്പൽ ആക്സസ്, എന്താണ് ഫോക്കസ്, എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ, എന്താണ് ഫോക്കൽ ലെങ്ത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ. Then we are going to discuss about a very important formula, and that is what we called f is equal to r by 2. Okay, f is equal to r by 2 എന്ന് പറയുന്ന ഈ ഒരു point, this is somewhat very important. There are numerous questions which is asked based on this formula. Okay, ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ 2. ദാറ്റ് ഈസ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇത്. ഓക്കെ, സോ up to this we are winding up our sections. And എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു, യെസ്, സ്പിരിക്കൽ മിറേഴ്സ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. 2 ടൈപ്സ് ഓഫ് സ്പിരിക്കൽ മിറേഴ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. ഏതാണ്, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. 2 ടൈപ്പ് ഓഫ് സ്പിരിക്കൽ മിറേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ പെക്യുലാരിറ്റീസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിന്റെ ഫിഗർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ, അതിലോട്ട് ലൈറ്റ് റേസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ആൻഡ് ജനറൽ ടേംസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറെ ജനറൽ ടേംസുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ടേംസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയില്ലേ, എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കസ് എന്താണ്, കർവേച്ചർ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ഇപ്പോഴും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഫീഡ്ബാക്സുകൾ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.